ഹായ്, ഞാൻ അരുൺ. ഞാൻ ശ്രുതി. വോയിസ് ഓഫ് യൂണിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണ് നോക്കാൻ പോകുന്നത്. ജെല്ലിന്റെ GE1-5LW ആണ്. ഇതൊരു മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണ്. ഇതിന് മാക്സിമം നമുക്ക് 5 ലിറ്റർ വരെയാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 5 ലിറ്ററിന്റെ ഒരു മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ഓക്സിജൻ പ്യൂരിറ്റി 93 ±3% ആണ് മെഷീനിന് ഓക്സിജൻ പ്യൂരിറ്റി പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെഷീന്റെ ഫ്രണ്ട് പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമിഡിഫൈഡ് ബോട്ടിൽ കാണാം. നമുക്ക് ഇതിൽ പ്യൂരിഫൈഡ് വാട്ടറോ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറോ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ തന്നെ മിനിമം മാക്സിമം ലെവൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമത്തിന്റെ തൊട്ട് താഴെയിട്ട് നമുക്ക് വാട്ടർ ഫിൽ ചെയ്യാം. ഈ ഹ്യൂമിഡിഫയർ ബോട്ടിൽ നമുക്ക് ഇങ്ങനെ തിരിച്ച് ഊരിയെടുക്കാൻ പറ്റും. ഊരിയെടുത്തതിന് ശേഷം നമ്മൾ വാട്ടർ ഫിൽ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇത് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മെഷീൻ്റെ ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്ലോ മീറ്റർ വരുന്നുണ്ട്. ഇതെല്ലാമാണ് നമ്മൾ ഫ്ലോ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ എത്രയാണ് ഫ്ലോ എന്നുള്ളത് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ മുകളിലുള്ള നോബ് ഇത് ഫ്ലോ റെഗുലേറ്റർ ആണ്. ഇതനുസരിച്ചിട്ട് നമുക്ക് എത്രയാണ് ഓക്സിജൻ ഫ്ലോ വേണ്ടത് എന്നുള്ളത് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നെബുലൈസർ പോർട്ട് കാണുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെ 2 ഫിൽറ്റർ വരുന്നുണ്ട്. മെഷീൻ്റെ താഴെയായിട്ട് 2 എയർ ഫിൽറ്റർ വരുന്നുണ്ട്. ഒന്ന് നമ്മളൊരു വലിപ്പ് പോലെ ഇങ്ങനെ വലിച്ച് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഡസ്റ്റ് കയറുമ്പോൾ ഈ ഫിൽറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ കൈവച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നായിട്ട് നമുക്കൊരു ഫിൽറ്റർ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലും ബ്ലാക്ക് കളറിലുള്ള ഫിൽറ്റർ വരുന്നുണ്ട്. ഈ ഫിൽറ്റർ നമുക്ക് എടുത്ത് ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ ഫിൽറ്റർ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് നാസിൽ പാനലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഈ സ്റ്റോറേജ് സ്പേസിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഒരു സ്ക്രൂ വരുന്നുണ്ട്. അതൊന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ്റെ ഉള്ളിലായിട്ട് ഒരു ഫിൽറ്ററും കൂടി വരുന്നുണ്ട്. അത് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ഫിൽറ്ററാണ് വരുന്നത്. അപ്പോൾ അത് അയച്ചിട്ട് അത് നമ്മൾ യൂസേജ് അനുസരിച്ചിട്ട് അതിൽ ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ ഈ 2 ഫിൽറ്ററും ക്ലീൻ ചെയ്യലും അതുപോലെ ഉള്ളിലത്തെ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ മെഷീൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് മെഷീൻ്റെ പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. ഈ ഓൺ ഓഫ് ബട്ടണിൻ്റെ ചേർന്ന് തന്നെ നമുക്കൊരു സർക്യൂട്ട് ബ്രേക്കറും വരുന്നുണ്ട്. ഇൻ കേസ് ഹൈ വോൾട്ടേജ് എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ബ്രേക്കർ കട്ട് ഓഫ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, അതുപോലെ മെഷീൻ്റെ സൈഡിലേക്ക് ഒരു ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു പിടുത്തം 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെഷീൻ ഒന്ന് ഓണാക്കി നോക്കാം. പവർ സ്വിച്ച്. അതുപോലെ മെഷീൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ മുകളിലായിട്ട് 3 ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. ഒന്ന് ഓൺ ഇൻഡിക്കേഷനും, പിന്നെ ഒന്ന് വാർണിംഗ് ഇൻഡിക്കേഷനും, ഒന്ന് അലാം ഇൻഡിക്കേഷനാണ് വരുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് 2 പ്ലസും മൈനസും കീസ് വരുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 കീസ് വരുന്നത്. ഓക്കെ, നമുക്ക് മെഷീൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പവർ ഓൺ ഇൻഡിക്കേഷൻ ഒരു ഗ്രീൻ ലൈറ്റാണ് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക. മെഷീനിന് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വരുമ്പോഴാണ് വാർണിംഗ് ലൈറ്റും അതുപോലെ അലാം ഇൻഡിക്കേഷനും തെളിയുക. ഓക്കെ, ജസ്റ്റ് മെഷീൻ ഓൺ ആക്കാം. പവർ ബട്ടൺ ഓൺ ആക്കി കൊടുക്കുമ്പോൾ മെഷീനിൽ ഇതുപോലെ ഹലോ എന്ന് എഴുതി കാണിച്ചു. മെഷീൻ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ മെഷീൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ ഫ്ലോ കാണാൻ പറ്റും. നമുക്ക് എത്രയാണ് ഫ്ലോ വേണ്ടതെന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 5ലാണ് ഫ്ലോ എടുക്കുന്നത്. ഈ ഫ്ലോ റെഗുലേറ്റർ തിരിക്കുന്നതനുസരിച്ച് നമുക്ക് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 4ലായി, ഒന്നുകൂടെ ഞാൻ കുറച്ചു, 3ലായി, ഒന്നുകൂടെ കുറച്ചു, 2ലായി, 1ലായി ഫ്ലോ. നമുക്ക് എത്രയാണ് ഫ്ലോ സെറ്റ് ചെയ്യേണ്ടതെന്ന് അനുസരിച്ചിട്ട് നമുക്കിതിൽ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ റോട്ടറി നോബ് വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ച് നമുക്ക് ഫ്ലോ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഹ്യൂമിഡിഫയർ ബോട്ടിലിൻ്റെ ഇവിടെ ആണ് നമ്മൾ പേഷ്യൻറ്റിലേക്കുള്ള ഓക്സിജൻ വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നാസൽ ക്യാനിലോ അല്ലാന്നുണ്ടെങ്കിൽ ഓക്സിജൻ മാസ്കിൻ്റെ ട്യൂബോ നമുക്ക് ഇവിടെയായിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ ഓക്സിജൻ സിലിണ്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന ട്യൂബ് ഉണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റ് ഇതിൽ സ്യൂട്ടാവും. അതേ ട്യൂബ് തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മെഷീൻ ഓൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നെബുലൈസേഷൻ പോർട്ടിൽ ഇത് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെബുലൈസേഷൻ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ നോബ് തിരിച്ച് ഊരി എടുത്തതിന് ശേഷം നമ്മൾ നെബുലൈസേഷൻ കിറ്റ് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഷീനിൽ നെബുലൈസേഷനും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ മെഷീനിൽ ഓക്സിജനും അതിൻ്റെ ഒപ്പം തന്നെ നെബുലൈസേഷനും വരുന്നുണ്ട്. ജസ്റ്റ് മെഷീൻ ഓഫ് ആക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.